guys, welcome back to our YouTube channel. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു പട തന്നെയുണ്ട്. ഒരാൾ അവിടെ നിൽക്കുക. എന്തേ പിന്നെ ഓടിക്കളിക്കുന്നുണ്ടാ? എന്താണ് അത് പറയൂ. ഹലോ ഗൈസ്, അയ്യോ എൻ്റെ ഫോൺ. നമ്മൾ ഇന്ന് പുതിയൊരു, പ്ലീസ് ഞാൻ ഇതൊന്ന് എടുത്തോട്ടെ, കഷ്ടമുണ്ട്. അയ്യോ ഒന്ന് സമ്മതിക്കോ, എടുത്തു മമ്മി, എന്തെങ്കിലും എടുത്തു കൊടുക്കടി. നമ്മൾ ഇന്ന്, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, എനിക്ക് കുറേ യൂട്യൂബിൽ മെസ്സേജസ് ഒക്കെ, യൂട്യൂബിൽ യൂട്യൂബിൽ തന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ദുവാമയുടെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ഇടുമെന്നുള്ളത്. അപ്പൊ ഇടാന്ന് വിചാരിച്ചു. ഇടാരാ? അശ്വിൻ ഇന്ന് എവിടെയോ പോയിട്ട് വന്ന് നിൽക്കുകയാണല്ലോ സുന്ദരാ. അപ്പൊ നമുക്കിന്ന് ദുവാമയുടെ ഒരു വലിയ സ്കിൻ കെയർ ഒന്നും ഇല്ല ഇവിടെ. എനിക്ക് തന്നെ സ്കിൻ കെയർ എടുക്കാൻ സമയമില്ല, പിന്നെ ഇനി ദുവാമിക്കല്ലേ അശ്വിനെ. അപ്പൊ പിന്നെ അതുകൊണ്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല. എന്താണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇന്നൊരു ബ്യൂട്ടിഫുൾ സൺഡേ ആണ്. രാവിലെ എഴുന്നേറ്റ് ഒന്നാമത്തെ കാര്യം, നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ ഇങ്ങനെ അലമ്പായി കിടക്കുന്നുണ്ട്. ഈ 3 എണ്ണം എവിടെ എന്ത് സാധനങ്ങൾ അടുക്കി വെച്ചാലും ഒലമ്പാക്കിയിടും. അവസാനം ഇപ്പം എടുത്തു വെക്കാൻ നമുക്കൊരു മൂഡ് വരണ്ട്. ആ മൂഡ് എൻ്റെ അങ്ങ് പോയി. കണ്ട, എല്ലാം തിമിർത്ത് നിൽക്കുക. ഒരു തരാം, ഇവര് ഭയങ്കര ബോണ്ടിങ് കേട്ടാ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് പോയി ആദ്യം എന്ത് വേണം, അതിന് ഇൻഗ്രീഡിയൻസ് എടുക്കണം. ഇൻഗ്രീഡിയൻസ് എടുക്കണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഇങ്ങോട്ട് വരത്തില്ല, ഞാൻ അങ്ങോട്ട് പോയി എടുക്കണം. അപ്പോൾ പോയി എടുക്കാം. ഞാൻ ഓൾറെഡി പാലെടുത്ത് വെച്ചിട്ടുണ്ട്. Yeah, I got it. But other ingredients ആരെടുക്കും? ഞാൻ തന്നെ എടുക്കണം. മോൻ ഉറങ്ങിയ? അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസും ഞാൻ തന്നെ പോയി എടുക്കാം. ഓ കിട്ടി. Come on guys. ബോ എടുത്തോ ദുവാ. നിന്റെ ബാക്കിൽ ഒരു കുട്ടി പട്ടാളം തന്നെയുണ്ട് ഗൈസ്. ഇല്ല, മുമ്പിലേക്കായി പോയി. കണ്ട, ഓരോന്ന് വരുന്നുണ്ട് ട്രെയിൻ പോലെ. ഫേസ് വാഷ് ചെയ്തിട്ടോ. ഫസ്റ്റ് അവള് പറഞ്ഞത് നന്നായി. ഫസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്യുക. അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ പ്രോപ്പർട്ടി റെഡിയായി. ഇന്നത്തെ പ്രോപ്പർട്ടി ദുവാമിയ അവിടെ ഇരിക്കേ. ആൻഡ് അതിന് ദുവ യൂസ് ചെയ്യുന്നത് ഇതേപോലെ ഒരു ക്ലോത്ത്. ഇത് പ്യുർ മസ്ലിൻ ക്ലോത്ത് ആണ്. ഈ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യുക. ദെൻ നമുക്ക് തുടങ്ങാം. ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻറ്റ് ഉള്ളൂ. കോഫി പൗഡർ, പിന്നെ പാല് അല്ലെങ്കിൽ തൈര്, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതാണ്. ഇതിൽ തൈര് വേണമെങ്കിൽ തൈര് എടുക്കാം, തൈര് കിട്ടാത്തവർക്ക് പാലെടുക്കാം. എനിക്ക് തോന്നുന്നു പാലാണെങ്കിൽ ഈ മുഖത്തെ അഴുക്കും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പോവും. ഇതൊരിക്കലും ഞാൻ എല്ലാ കുഞ്ഞുങ്ങളും ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്യത്തില്ല. ബിക്കോസ് കുഞ്ഞുങ്ങളുടെ സ്കിൻ അങ്ങനെ വിടുന്നതാണ്. ഒരു പ്രായം വരേക്കും അവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ഭയങ്കര ജെൻറ്റലായിട്ടുള്ള സ്കിന്നായിരിക്കും. അതിനകത്ത് നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ടാൻ പോകാനും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനങ്ങനെ വിടുക. ഇപ്പം അവർ കളിച്ച് വളരുന്ന ടൈമാണ്. കുറേ ടാൻ അടിക്കും, കുറേ പൊടിയടിക്കും, അതൊക്കെ അങ്ങ് പോവും തന്നെ എല്ലാം ഹീലായിക്കോളും ഇപ്പോൾ വരുന്ന സംഭവങ്ങളൊക്കെ എന്നുള്ളതാണ് എൻ്റെ അറിവ് വെച്ച് പറയുകയാണേ. പക്ഷേ ദുവാക്ക് ഞാനിത് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ദുവ ഷൂട്ടിന് പോകുന്നുണ്ട്. ഒരുപാട് ലൈറ്റിൽ വെയിൽ ഒക്കെ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അവളുടെ സ്കിൻ അതേപോലെ തന്നെ ഡാമേജ്ഡ് ആവുന്നുണ്ട്. അതെ, എൻ്റെ പ്രോപ്പർട്ടി ഇപ്പോൾ ഇവിടെ വേണേ, പെട്ടെന്ന് വരണം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഹോം റെമഡി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്ന് സ്കിൻ. പിന്നെ മേക്കപ്പ്, ഒന്നാമത്തെ കാര്യം മേക്കപ്പ് എപ്പോഴും അവൾ യൂസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കാറില്ല. പക്ഷേ എന്നാൽ പോലും ചില സീൻസിൽ മേക്കപ്പ് ഇട്ടേ പറ്റൂ എന്നൊക്കെ വരുമ്പോഴത്തേക്ക് അവൾ ഇടാറുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള സ്കിൻ ഇഷ്യൂസ് എനിക്ക് ഇപ്പോഴേ വന്നു തുടങ്ങി. ഇനി നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കണം. എന്നാലും ഫോർ ദ ടൈം ബീങ് നമ്മളാൽ കഴിയുന്ന ഹോം റെമഡീസ് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയത്ത് നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രൊസീജിയറിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് സ്കിൻ കെയർ കാണണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് കാണിച്ചു തരുന്നതാണ്.
ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് പാലാണ്. അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചോണ്ടാണ് പാടയൊക്കെ കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് കോഫി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയാൽ അത്രയും നല്ലത്. ഈ വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് പോവുമല്ലോ. അതുകൊണ്ട് ഡോള യൂസിനോ ആര് ഡേള യൂസ് ചെയ്യൂത്? നിനക്കിത് ഞാൻ വല്ലപ്പോഴും അല്ലേ ഇട്ട് തരാറ്. ഡെയിലി യൂസാണ് ഇത്. ഇങ്ങനെ മിക്സ് ചെയ്ത് ശരിക്കും ഒരു തിക്ക് കൺസിസ്റ്റൻസി ആണെങ്കിൽ വളരെ നല്ലതാണ്. ഇതല്ല, ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിപ്പോയി. ഇത് നല്ല തിക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. ഇതിങ്ങനെ ഹായ് എന്ത് ഭംഗി. അയ്യോ, ഡ്രസ്സിലായ കുഴപ്പമില്ലല്ലോ അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നിങ്ങളിങ്ങനെ കാണിക്കാനായതുകൊണ്ടാണ് ഞങ്ങൾ ചെരിഞ്ഞിരിക്കും. ആപ്ലിക്കേറ്ററൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ അങ്ങ് വാരിപ്പൊട്ടും അല്ലേ? ഇത് മറ്റേ യൂട്യൂബ് ചാനലല്ലേ, കാണിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കോപ്രായങ്ങളാ. സംഭവങ്ങളൊന്നുമല്ല, കൈ വെച്ചിട്ട് അങ്ങോട്ട് ഇടും. ഇരിക്കടേടാ. എല്ലാ വീട്ടിലും ഇങ്ങനെയാണോ ഗൈസ്? കമന്റ് ബിലോ. ഈ സമയം നിങ്ങൾ വിചാരിക്കും എന്താ ഒരു ശാന്തത, എന്താണെന്നറിയോ? അതും ഇറങ്ങി അതും നടക്കാൻ പോയെന്ന് ഞാൻ. ഇത് നമ്മളെപ്പോൾ അപ്ലൈ ചെയ്താലും ഇങ്ങനെ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യരുത്. പകരം നിൽക്ക് ഇപ്പോൾ തേക്കണം. പിന്നെ എല്ലാവരും കാണിക്കണ്ടേ? ഇല്ല, ഡ്രസ്സിലാവത്തില്ല. ഇപ്പൊ ഇവിടെ നിന്ന് പെട്ടെന്ന് ഡ്രൈ ആവേ. അതും എനിക്ക് വൈ ദിസ് കലവരിടി. പെട്ടെന്നല്ല, ചിരിച്ച് ഡ്രസ്സിലായി പെട്ടെന്ന് അങ്ങ് കഴിയും. എന്ത് ഭംഗി നിന്നെ കാണാൻ. അപ്പൊ ഇത് ഇത്രയും സാധനം ബാക്കിയാണ്. ഇപ്പൊ നമ്മൾ ബാക്കി വന്ന സാധനം നമ്മൾ എന്ത് ചെയ്യും? കളയാൻ പാടുണ്ടോ? അത് നമ്മൾ നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യും. പക്ഷെ ഇപ്പം എനിക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു ടൈം ഇല്ലാത്തതിനാൽ കയ്യിലൊക്കെ ഇടാം, നല്ലതാണ്. പക്ഷെ ഇപ്പം ഞാൻ കയ്യിലൊക്കെ ഇട്ട ഇവർക്ക് അവിടെ ഇവിടെയും പോയി പിടിക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഇടുന്നില്ല. ഇപ്പോൾ മുഖം ഒന്ന് കാണിച്ചേ. ഹായ്, ഇത്ര സുന്ദരിയായിരിക്കുന്നു. ചിരിച്ചേ. ഇപ്പം മനസ്സിലായല്ലോ, സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ചെയ്യാറുള്ളത്. ജസ്റ്റ് പാലോ തൈരോ മറ്റേ കോഫി പൗഡറുമായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇടും. കുറച്ച് നേരം ഇതിങ്ങനെ വെക്കും, ഒരു 10 to 20 minutes. പിള്ളേരല്ല, വലിയവരിട്ടാലും ഇത് സംസാരിക്കാൻ പാടില്ല. പിന്നെ ബാക്കി വരുന്നത് നമ്മൾ അമ്മമാരിടാറാണല്ലോ, നമുക്കത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇടാറാണ് പതിവ്. പക്ഷെ ഞാനിപ്പോൾ ഇടുന്നില്ല. ഇപ്പം ഇട്ട് ഈ വീഡിയോ ആരെടുക്കും? നെക്സ്റ്റ് സ്റ്റെപ്പ് ഹെയർ കെയറിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഇറങ്ങി വീടിൻ്റെ മുന്നിലുള്ള കച്ചാർ വാഴയിലേക്ക് നടക്കണം. അത് ലക്ഷ്യമാക്കി നടന്ന് ഒരു കച്ചാർ വാഴ ഇങ്ങോട്ട് കട്ട് ചെയ്യണം. കണ്ടോ, ഇവിടെയുണ്ട് കച്ചാർ വാഴ, ഇവിടെയുണ്ട് കച്ചാർ വാഴ. അതിൻ്റെ അകത്ത് കയറി എന്നെ വല്ല പാമ്പും കുത്തിയാലാ പിടിച്ചെടുവാ. നമുക്കൊരു തിക്കായിട്ടുള്ള യെസ് ഗൈസ്, നമ്മുടെ അലോവെറ ജെല്ലാക്കാൻ കിട്ടിയിട്ടുണ്ട്. കമോൺ, നമുക്കിനി പോയി ഇത് ജെല്ലാക്കാം. ഓക്കെ, ഇത് ജെല്ലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വേണം? ഇത് കഴുകണം. ആ സാധനം കുട്ടികൾ കത്തി കൊണ്ട് കളിക്കാൻ പാടുണ്ടോ? നിന്റെ കൈയും കാലും മുറിഞ്ഞ ഇഞ്ചക്ഷൻ വെക്കത്തില്ലേ? എനിക്ക് വയ്യ. ഇത് നമ്മൾ കഴുകി നീച്ചാക്കിയ അലോവേരയാണ്. ഇതിനകത്ത് നിന്ന് കേൾക്കണ്ടാവോ യെല്ലോ കളർ ഇങ്ങനെ സാധനം വരും. നമുക്കതിൻ്റെ
എത്രത്തോളം ഗുണമുള്ളതാണെന്ന് ഈ മന്ദബുദ്ധിക്ക് അറിയുമോ? നമുക്കിതിനകത്ത് മുള്ളൊക്കെ ഇങ്ങനെ ചെത്തി നമുക്കിനി ഇതിനകത്തുനിന്ന് ജെല്ലെടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇതിനകത്ത് ഒരു യെല്ലോ കളർ ഒരു ലിക്വിഡ് പോലെ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് വരും. അത് നമ്മൾ എടുക്കരുത് എന്നാണ് പറയാറുള്ളത്. ചൊറിയും എന്ന് പറയും. കണ്ടോ? അയ്യോ പാളിയ ഇല്ല. പ്യുവർ ജെല്ലി കണ്ടാ കണ്ടാ? നീ വാ. ഇതെന്ത് സാധനം? ഇത് മുറിച്ച് കളയുന്നയാ? ഇത് വേണ്ട. വേണോ? ഇത് വേണോ? തേക്കട്ടെ അതിന്റെ തലയില്? എണ്ണല്ല, ഇത് ജെല്ലി. ഏതാ തേക്കുന്നതോ? അത് നമ്മുടെ മുടിക്ക് നല്ലതാ. എന്തോ വേണ്ടേ? അത് അവളുടെ ഫേസിലേ അതുകൊണ്ട് തേച്ചതാ. എന്റെ മോന് വേണോ? വേണോ? എന്റെ മോൻ ശുണ്ടിരില്ലേ? എന്തിനാ? ഇവിടെ ശുണ്ടിരി അല്ല. കണ്ട, നമ്മൾ ജെല്ലി പോലെ എടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. പക്ഷെ ബാക്കി കണ്ട നല്ല പ്യുവറാണ്, നമ്മുടെ വീട്ടിലുള്ള ആയതുകൊണ്ട്. നമ്മൾ ഈ എന്ത് സ്കിൻ പാക്ക് ഇട്ട് കഴിഞ്ഞാലും പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും ഈ മുഖം ഇട്ട് പിന്നിട്ട് ചുളുക്കാനും ചിരിക്കാനും ഒന്നും പാടില്ല. റിങ്കിൾസ് പെട്ടെന്ന് വീഴും. ധ്വാമിയുടെ ഹെയർ കണ്ടോ? ഇത് ട്രീറ്റ് ചെയ്തത് കൊണ്ടാണ് ഇത് ഇത്രയും കേൾസ്, ബാക്കി ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത്. സ്ട്രെയിറ്റൻ ചെയ്തേക്കല്ല, സ്മൂത്തൻ ചെയ്തേക്കല്ല, പക്ഷെ വേറെ എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ്, അത്രയും കെമിക്കൽസ് ഇല്ലാത്തത്. കാരണം സീരിയലിൽ ധ്വാമിക്ക് കേളി ഹെയർ വേണ്ട, കേളി ഹെയർ വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എനിക്ക് മുടി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പം പെയിൻ നോക്കാൻ തോന്നും. പോട്ടെ, എൻ്റെ ആ ടെൻഡൻസി ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ചെയ്തതാണ് ഈ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒന്നും ചെയ്യാൻ പാടില്ല കുഞ്ഞുങ്ങളുടെ ഹെയർ. എൻ്റെ മോളുടെ ഹെയർ എങ്ങനെയെങ്കിലും ഒന്ന് കിളിപ്പിച്ചെടുത്താൽ മതി എന്നാ. സോറിടാ, അത് ഇത്രയും പോർഷൻസ് ഉണ്ടോ? ഫുള്ള് ചുരുണ്ടും ബാക്കി സ്ട്രെയിറ്റും. എങ്ങനെയെങ്കിലും ഇത്രയും കൂടി ഒന്ന് കിളിച്ച് വന്നായിരുന്നെങ്കിൽ നമുക്കിതങ്ങ് കേൾസ് തന്നെ ആക്കാറ്. നല്ല ധ്വാമിക്ക് യൂസ് ചെയ്യുന്നത് ഇത് ഈ കോമ്പാണ്. ആൻഡ് ഈ കോമ്പ് നമ്മൾ വാങ്ങിയത് എവിടെ നമ്മളെ ഈ കോമ്പ് വാങ്ങിയത്? മിനിസോലുണ്ട്. ഇതിൻ്റെ അടിയിൽ നമുക്കിങ്ങനെ മറ്റേ പാർട്ടീഷ്യൻ ചെയ്യാൻ പറ്റുന്നൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ എൻ്റെ മോള് കൊണ്ട് കളഞ്ഞു. പാട്ടായിട്ട് എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും. സത്യം പറഞ്ഞാൽ ധ്വാമിക്ക് ഇത് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. പക്ഷെ നമ്മൾ ഇടയ്ക്കെങ്കിലും നമ്മുടെ ഹെയർ ഇങ്ങനെ മുഖത്ത് വേണം, നല്ലതാണ്. പക്ഷെ ചിലർക്ക് അലോവേര പോട്ടെ മോനെ. നമ്മൾ ഇങ്ങനെ ഹെയർ ഫുള്ള് തേച്ച് കൊടുക്കുക. ഇങ്ങനെ ഹെയർ കംപ്ലീറ്റ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് ഒരു കോമ്പൊക്കെ എടുത്ത് നമ്മൾ ചീകി പാർട്ടീഷൻ ചെയ്ത് അതിനുള്ളൊരു സമയമൊന്നും നമുക്കില്ല. കാരണം എനിക്ക് ആദ്യം എണീക്കുന്നതിന് മുന്നേ ഈ ടാസ്കുകൾ മൊത്തം തീർക്കണം. ധ്വാമി കുളിച്ച് കയറണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ളൊരു സമയമില്ല. പിന്നെ എല്ലാവരും എപ്പോഴും ചോദിക്കും, എന്താ ലക്ഷ്മിക്ക് വീഡിയോ ദിവസവും ഇട്ടാ, അതിട്ടാ ഇതിട്ടാ. നമ്മൾ ഒരു രസത്തിനിടുന്നത് മാത്രമല്ല, നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനും ഏറ്റവും നല്ല വഴിയാണല്ലോ യൂട്യൂബ്. സോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേരെ വയ്ക്കുമോ, എന്തുകൊണ്ട് എടുത്തിട്ടുകൂടാ എന്നുള്ളത് ഞാനും വിചാരിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ പറയും പോലെ എല്ലായിടവും പറയാനേ ആളുള്ളൂ. ഇതൊന്ന് എടുത്തൊന്ന് ഹെൽപ്പ് ചെയ്യാൻ
ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ തന്നെ എടുക്കണം. അതല്ലെങ്കിൽ ദുവ ഉണ്ടെങ്കിൽ ദുവ എടുത്തു തരും, അച്ചു ഉണ്ടെങ്കിൽ അച്ചു എടുത്തു തരും. അവൾക്കിപ്പം സ്കൂളിൽ +2 ആണ്. അച്ചു എന്ന് പറഞ്ഞാൽ അശ്വിൻ്റെ ചേച്ചി. അപ്പോൾ അവൾക്ക് പഠിക്കാനുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു കുഞ്ഞു വാവ, പിന്നെ ഇവള്, മോളുടെ പഠിത്തം, മെയിൻ തിങ് ദുവാമിയുടെ പഠിത്തം. അപ്പോൾ അതും കൂടി നോക്കേണ്ടുള്ളത് കൊണ്ട് ഒരു 2 വർഷം ചാരിയിരിക്കും മോളെ. കുറച്ചധികം സ്ട്രഗിൾ ചെയ്തു ഈ ക്ലാസ്സൊക്കെ മിസ്സായിട്ട്. അപ്പോൾ ഈ വർഷം എനിക്ക് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ കെയർ ദുവാമിയുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കൊടുക്കണം. പിന്നെ ആദ്യം നടക്കുന്നൊരു പ്രായമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യത്തിൽ. എനിക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കണം. അവനിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റൊട്ടീനിലെ എല്ലാ കാര്യങ്ങളും കാണിക്കാനായിട്ടായിരിക്കും. പക്ഷേ അതൊരാൾ ഫോളോ ചെയ്ത് എനിക്കൊന്ന് വീഡിയോ എടുത്ത് തന്നാൽ എനിക്കത് കറക്റ്റാവും. പക്ഷേ ഇതിപ്പം ഞാൻ ഒരു സ്ഥലത്ത് ക്യാമറ കൊണ്ടുവച്ചിട്ട് ഞാനത് ചെയ്യുമ്പോൾ അതിനെങ്ങനെ പോയാലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി വരും അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നാറ്. പക്ഷേ ഒരാൾ കംപ്ലീറ്റ് എൻ്റെ ആ റൊട്ടീൻ ഫോളോ ചെയ്തൊക്കെ എടുക്കാനുണ്ട്. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായേനെ, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായേനെ. എന്താ പറയുക, നിങ്ങൾക്കും ആ സംഭവങ്ങൾ അങ്ങനെ വളരെ റോ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ എൻ്റെ പുഷ് ചെയ്യാൻ ഇങ്ങനെ എടുക്കത് ചെയ്തൂടെ അത് ചെയ്തൂടെ എന്ന് പറയാൻ വീട്ടിലാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും എടുത്ത് തരാൻ നോബഡി. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഗൈസ്. ഇനി ഇതുപോലെ കുറച്ച് സമയം ദുവാമിയെ ഇങ്ങനെ വിടും. ഇപ്പോൾ ഏകദേശം ഫേസൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷേ ഹെയറിൽ നമ്മൾ മറ്റേ അലോവേര ഇട്ടേക്കാം. അപ്പോൾ നല്ല മസാജ് ചെയ്തൊക്കെ കൊടുത്ത് കുറച്ച് സമയം ഇങ്ങനെ അവളുടെ കാര്യത്തിനൊക്കെ വിട്ടതിന് ശേഷം കുളിക്കും. ദുവാമി അതിൻ്റെ ഇടയിൽ പോയിട്ട് പോളോയെ കുളിപ്പിക്കാനൊക്കെ പോയി. അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഇതൊക്കെ ഇട്ടിട്ടറിയോ, പേടിയാവുന്നല്ലേ കണ്ടിട്ട്. അപ്പോൾ ഇനി അവൾ പോയി കുളിക്കട്ടെ. അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് സോപ്പ് കാണിക്കാനാണ് നിൽക്കുന്നത് അവൾ. അവളുടെ സ്കിൻ കെയർ ഹെയർ കെയറും കാണിക്കുമ്പോൾ ഇതൊക്കെ കാണിക്കണമല്ലോ, സോറി. അപ്പോൾ അവൾ യൂസ് ചെയ്യുന്ന സോപ്പ് സമേത ആയുർവേദിക്സിൻ്റെ, എൻ്റെ പ്രസവരക്ഷ ചെയ്തത് സമേത ആയുർവേദിക്സ് ആയിരുന്നു. അവരുടെ ബേബി സോപ്പ് യൂസ് ചെയ്തിട്ടാണ് ദുവ കുളിക്കുന്നത്. അപ്പോൾ ദുവ കുളിക്കാൻ പോകുന്നു, ഷാമ്പൂ ചെയ്യുന്നുണ്ട്. 1/2 മണിക്കൂറൊന്നും അല്ല, ഇപ്പോൾ ഒത്തിരി സമയം. അതിൻ്റെ ഇടയിൽ ആദ്യം ഞാൻ അങ്ങോട്ടേക്ക് പോയി. ആൻഡ് ഇത്രയേ ഉള്ളൂ ദുവാമിയുടെ സ്കിൻ കെയർ ഹെയർ കെയർ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല ഗൈസ്. ഇങ്ങനെ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്നത് അവൾ സെബാമെഡിൻ്റെ തന്നെ ഷാമ്പൂവാണ്. ഇങ്ങനെ അത് തീർന്നു പോയാൽ ഞങ്ങൾ ലോറിയലിൻ്റെ ഷാമ്പൂ കണ്ടീഷണർ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഉള്ള അവീനോടെയോ അങ്ങനെ ഏതിൻ്റെയെങ്കിലും ഷാമ്പൂ കണ്ടീഷണർ വെച്ച് യൂസ് ചെയ്ത് അവൾ ഹെയർ വാഷ് ചെയ്ത് കളയും. പിന്നെ കുറേ നാളായിട്ട് ഒരു റുട്ടീൻ ആക്കിയതാണ് ഞാൻ ഇങ്ങനെയുള്ള മൈക്രോഫൈബർ ക്ലോത്തിൽ ഈ ടവൽ വെച്ചിട്ടാണ് തല കഴുകിക്കഴിഞ്ഞാൽ. അത് ഇപ്പം എൻ്റെ ഹെയർ കെയറൊക്കെ ഞാൻ ഈ കേളി ഗേൾ മെത്തേഡ് ഉണ്ടല്ലോ, CGM റുട്ടീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ ഇങ്ങനെയുള്ള ടവൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മുടി ഉണക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഞാൻ അവൾക്ക് മുതൽ ശീലമാക്കി. കാരണം അതാകുമ്പോൾ അവളുടെയും ഹെയർ പൊട്ടത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ദുവാമീൻ ഇപ്പോൾ കുളിച്ചേ ഉണ്ട്, ചെല്ലു. ഇനി അവൾ കുളിച്ചിട്ട് വന്നിട്ട് അത് ജസ്റ്റ് ഒരു ക്ലിപ്പിംഗ് കൂടി കാണിക്കാം. ഒച്ചയും ബഹളമൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങ് മുകളിൽ കയറി. അപ്പോൾ ദേ കണ്ടോ ദുവാമി, ഇങ്ങ് വന്നേ കാണിച്ചു കൊടുത്തേ. സ്കിൻ കാണിച്ചു കൊടുക്കും. അവള് പ്രോഡക്റ്റ് കാണിച്ചതാണ്. ചാനക്ക് പോയില്ലേ. അപ്പോൾ ഇതാണ് ദുവാമിയുടെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റൊട്ടീൻ. അവൾ ക്രീം ഏതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം സെബാമെഡിൻ്റെ ഈ ഒരു ബേബി ക്രീം യൂസ് ചെയ്തിട്ട് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യും. കണ്ടോ സ്കിൻ ഇനി ഒന്ന് പ്ലംപി ചെയ്യും. ഭയങ്കര ഇഷ്ടം. അവൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അതാണ്. അപ്പം ആ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഇനിയൊന്നുമില്ല, ഇനി മുടി തനിയെ ഉണങ്ങും, തനിയെ എല്ലാം അതിൻ്റേതായിട്ടുള്ള വഴിക്ക് വിടും. പിന്നെ ഒരു ഡൗട്ടായിരിക്കും പലർക്കും, എണ്ണ തേക്കാറില്ലെങ്കിൽ. എണ്ണ തേച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പം ഈ ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് അതിനകത്ത് ഞാനിപ്പോൾ എണ്ണ തേക്കാറില്ല. എന്നാലും എന്താ പറയുക, 2 വീക്സ് ഒക്കെ കൂടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഞാൻ ഇതേപോലെ ഇങ്ങനെ ടൈം കിട്ടുന്ന സമയത്ത് ഈ അലോവേര ജെല്ലൊക്കെ തേക്കുന്നതിന് പകരമായിട്ട് നല്ല എണ്ണ തേച്ച് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പം ശരി, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക.
എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.